ഇന്ദിരാഗാന്ധി സൗജന്യ ബസ് യാത്രയുടെ ഉദ്ഘാടനം തൃശൂരിൽ നടന്നപ്പോൾ തള്ളിക്കയറ്റം കണ്ടപ്പോൾ ചെന്നിത്തലയ്ക്ക് സ്വന്തം പ്രവർത്തകരോട് പറയേണ്ടി വന്നു, ഇതേ വനിതകളുടെ സൗജന്യ യാത്രയാണ്, കയറിയ ടിക്കറ്റ് എടുക്കണോ. ഏതായാലും ഇവിടെ നമ്മുടെ വനിതാ കൗൺസിലേഴ്സ് എല്ലാം ഉണ്ട്, വനിതാ നേതാക്കന്മാരുണ്ട്, വനിതാ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഈ ബസ്സിൽ നിന്ന് സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടി അവരോടൊപ്പം തെക്കിൻകാട് മൈതാനം വരെ യാത്ര ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കും, നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യും. അതുകൊണ്ട് എന്റെ കൂടെ കയറുന്ന പുരുഷന്മാരെല്ലാം ടിക്കറ്റ് എടുക്കണം. അത് പറ്റില്ല, നിർബന്ധമാണ്. ആരെങ്കിലും ഇടിച്ചു കയറുകയാണെങ്കിൽ അവരുടെ പൈസ വാങ്ങിക്കും. ഏതായാലും എങ്ങനെ പറയാതിരിക്കും, അണ്ണൻ തരും ടീംസാണ്. എല്ലാം കൂടി ഇടിച്ചു കയറിയിട്ട് KSRTCയുടെ നടുവൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടി കയറി സൗജന്യ യാത്ര നടത്തി കഴിഞ്ഞാൽ, കാര്യം പലരും ഇന്നത്തെ ദിവസം ടിക്കറ്റ് എടുത്തു എന്നുള്ള കാര്യം സംശയമാണ്. ബസ്സിനകത്ത് നിന്ന് തിരിയാൻ അവസരമില്ല. ആ നിലയ്ക്ക് ചെന്നിത്തല പോലും നിന്ന് യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം മാതൃക കാട്ടാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം കയറുന്നതിന് മുന്നോടിയായി വാചകം പറഞ്ഞെന്തായിരിക്കും, എല്ലാം കൂടെ തള്ളിക്കയറേണ്ട, വനിതകൾക്കാണ് സൗജന്യം കൊടുത്തിരിക്കുന്നത്. കാര്യം സൗജന്യം ഞങ്ങളുടെ പരിപാടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സുകാരെല്ലാം കൂടി, വനിതകളെക്കാൾ കൂടുതലായിട്ട് പുരുഷ കോൺഗ്രസ്സുകാരാണ് നിറഞ്ഞു നിന്നത്. അവരെല്ലാം കൂടി ഇടിച്ചു കയറി ക്യാമറകൾക്ക് മുന്നിൽ അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഒരു റൂട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഫുൾ സൗജന്യമായിട്ട് ബസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ധനവില കുതിച്ചു കയറി നിൽക്കുകയാണ്. ആ നിലയ്ക്ക് ആ സർവീസിന്റെ ഡീസൽ നഷ്ടത്തോടു കൂടി വീണ്ടും KSRTCക്ക് ഒരു ബാധ്യത കൂടി തലയിലേക്ക് വരികയാണ്. അങ്ങനെ സംഭവിക്കാനാണ് ഇന്ന് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അക്കാര്യം ഓർമ്മിപ്പിച്ചു. അതും പോരാഞ്ഞിട്ട് വരും കാലങ്ങളിൽ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര കൊടുക്കും, ഞങ്ങളത് പഠിക്കുകയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചെന്നിത്തല പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും അറിയാവുന്ന പോലെ KSRTC നഷ്ടത്തിലാണ്. KSRTCക്ക് പുതിയ ബസ്സുകളില്ല. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ചില കർമ്മ പദ്ധതികൾ കൂടി ഗവൺമെന്റ് രൂപം നൽകുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് KSRTCക്ക് പണം നൽകിയാണ് ഇപ്പോൾ ഈ സൗജന്യ യാത്ര ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, പെട്രോളിനും ഡീസലിനും ഒക്കെ അടിക്കടി വില കൂടുന്ന കാലമാണ്. സ്പെയർ പാർട്ടുകളുടെ വില കൂടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ KSRTCയുടെ മാസം തോറുമുള്ള ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പൊതുമേഖലാ സ്ഥാപനം നേരിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ KSRTCയെ രക്ഷിക്കാൻ ഉതകുന്ന വരുമാന വർധനവ് ഒരു ഭാഗത്ത് നടക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവകാശമാണിത്. കേട്ടല്ലോ, വലിയ നഷ്ടത്തിലാണ്. ഇത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കും അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടുത്തെ സൗജന്യങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, അത് കൊടുക്കേണ്ടി വന്നു. കാര്യം പണ്ടത്തെ പോലെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെ ലോക്കിട്ട് നിർത്തി നടപ്പാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് പൊങ്കാലയിടും. പറഞ്ഞതിന്റെ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഓർഡിനറി ബസ്സിൽ നടപ്പാക്കുകയാണ്. ഓർഡിനറി ബസ്സിൽ നടപ്പാക്കി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ ഇനി വരും കാലങ്ങളിൽ അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരേണ്ടതാണ്. അത് നടപ്പാക്കാൻ പരിശ്രമിച്ചു. യാതൊരു മുന്നൊരുക്കങ്ങളോ അതിനെ സംബന്ധിച്ചുള്ള വരവ് ചെലവുകൾ എങ്ങനെ മീറ്റ് ചെയ്യോ അതിനെക്കുറിച്ചൊന്നുമില്ല. പറഞ്ഞല്ലേ, നാട്ടുകാർ ചോദിക്കുകയല്ലേ, അങ്ങ് കൊടുത്തു. ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ നോക്കിക്കാണാം. അതിന് മുന്നോടിയായിട്ട് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് എന്താണ് KSRTCയുടെ അവസ്ഥയാണ്. അതിനോടൊപ്പമാണ് തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് പുറമെ പുരുഷ കോൺഗ്രസ്സുകാരുടെ കയറി സൗജന്യ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഇത് വനിതകൾക്കുള്ള സൗജന്യ യാത്രയാണ്, നിങ്ങൾ അതിൽ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ അണ്ണൻ തരും ടീംസ് മുഴുവൻ കുറ്റി വെച്ചിട്ട് പോയിട്ടുണ്ടാകാം. അതിന് എന്താണ് സംഭവിച്ചത്, ടിക്കറ്റ് എടുത്തോ ഇല്ലയോ എന്നൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ.